CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കലശമല ഇക്കോ ടൂറിസം രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട് SC മൊയ്തീൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. വടക്കേക്കാട് മൂന്നാം കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ കാവീട് പനാമ സ്വദേശി അടക്കളത്തൂർ വീട്ടിൽ 22 വയസ്സുള്ള ഫാറോൺ, മമ്മിയൂർ താമരയൂർ സ്വദേശി കൊറ്റയിൽ വീട്ടിൽ 44 വയസ്സുള്ള മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് മണത്തല വാട്ടർ ടാങ്കിനു കിഴക്ക് സിംഗർ ലൈൻ റോഡരികിലെ തോട്ടിൽ വീണ് യുവാവ് മരിച്ചു. കൈപ്പറമ്പ് പൂനൂർ കൂട്ടാലക്കൽ വീട്ടിൽ 30 വയസ്സുള്ള നിമേഷാണ് മരിച്ചത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും നടത്തി. ചെവനൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി 4 ഞായറാഴ്ച ആഘോഷിക്കും. പേരുകേട്ട 24 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. കടങ്ങോട് പഞ്ചായത്ത് 11-ാം വാർഡ് ആദൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികാരികളുടെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. വൈകിട്ട് നടന്ന ചുറ്റുവിളക്കിനും ദീപാരാധനയ്ക്കും ശേഷമാണ് പറപ്പുറപ്പാട് ആരംഭിച്ചത്. പഴഞ്ഞി അയനൂരിൽ ബൈക്കിടിച്ചു മരിച്ച ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ ജയശ്രീയുടെ സംസ്കാരം നടന്നു. വെള്ളിയാഴ്ച കാലത്ത് 10:30 അയനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാരം നടന്നത്. കേരളത്തിന്റെ വികസന കുതിപ്പും യുവതയുടെ തൊഴിൽ സ്വപ്നങ്ങളും അട്ടിമറിക്കാൻ കോഴ വാങ്ങി സമരം സംഘടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് DYFI കണ്ണാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂർ ദേശകുതിരയുടെ ബ്രോഷർ പ്രകാശനം മണിമലർക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. മണിമലർക്കാവ് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാടിന് ആദ്യ നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു. 1921 മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കോട്ടൂര് PKMISയുടെ സഹകരണത്തോടെ മലബാർ വാരിയേഴ്സ് എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററി ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ പ്രദർശിപ്പിച്ചു. കടവലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സ്പർശ് പരിപാടിയുടെയും ദേശീയ വീരമുക്ത ദിനത്തിന്റെയും ഭാഗമായി വകുപ്പ് തല ഏകോപന യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ EM മത്തായി കോലഞ്ചേരി പ്രസംഗിക്കും. വടക്കേക്കാട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഞങ്ങൾ തയ്യാർ എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും ഡയറി സമ്മാനിച്ച് കൗൺസിലർ ലബീബ് ഹസൻ. കുട്ടികളെ എഴുത്തിന്റെ ലോകത്തേക്ക് അടുപ്പിക്കുന്നതിനും മൊബൈൽ ഫോണിനോടുള്ള അമിത ആസക്തി കുറയ്ക്കുന്നതിനുമായാണ് ഡയറി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കാഞ്ഞിരക്കോട് കൊരട്ടിയൻ കുന്ന് കോളനിയിൽ കിഡ്നി രോഗികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കറവ പശുക്കൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന കാലിത്തീറ്റയുടെ വിതരണം നടന്നു. കുന്നംകുളം YWCAയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം സെയിൽ 2024 സംഘടിപ്പിക്കുന്നു. YWCA ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എക്സിബിഷൻ കം സെയിൽ ഒരുക്കിയിരിക്കുന്നത്. കടവലൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ ജീവിതശൈലി രോഗങ്ങൾക്കായി സ്പെഷ്യൽ ക്ലിനിക് ആരംഭിച്ചു. കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്ക് വീൽ ചെയറും വാക്കിംഗ് സ്റ്റിക്കും വിതരണം ചെയ്തു. പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് സംരംഭങ്ങൾക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്രം ചാവക്കാട് താലൂക്ക് വ്യവസായ വകുപ്പും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത്. പോലീസിന്റെ ഗാനാലാപനം ഏറ്റെടുത്ത് സദസ്സ്. കോഴിക്കര കല്ലോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഒരുക്കിയ ഗാനമേളയ്ക്കിടയിലാണ് ചാലിശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർ K ഷിജിത്ത് പാട്ടുപാടുവാൻ വേദിയിലെത്തിയത്. വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M&D ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC മുൻ ജനറൽ സെക്രട്ടറി O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു.
കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും MSc മൈക്രോബയോളജിയിൽ കോട്ടൽ സ്വദേശിനിയായ റിയ റോയ്ക്ക് 1ാം റാങ്ക്. പഴഞ്ഞി വടക്കേ കോട്ടൽ പുലിക്കോട്ടിൽ റോയ് LC ദമ്പതികളുടെ മകളാണ് റിയ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. പഴഞ്ഞി ഹൈസ്കൂൾ റോഡ് KV സുബ്രു ഭാര്യ ചന്ദ്രിക, അരുവായി വടക്കേടത്ത് പുഷ്പകം വീട്ടിൽ സാവിത്രി എന്നിവർക്കാണ് നൽകിയത്. ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷ വിളംബര ഘോഷയാത്ര നടത്തി. ആയിരങ്ങളെ അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷം 10 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. പഴഞ്ഞി പുല്ലാണിച്ചാൽ കോൾ കൃഷി സംഘം മുൻ സെക്രട്ടറി ചെറുക്കുട്ടിയുടെ 3ാം ചരമവാർഷികത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോൾ കൃഷി സംഘം ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം പടവ് പ്രസിഡന്റ് സോണി സക്രിയ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ നവീകരിച്ച CT സ്കാൻ സെക്ഷന്റെ ഉദ്ഘാടനം ജമാഅത്ത് ഇസ്ലാമി മുൻ അമീറും അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആക്ടിംഗ് ചെയർമാനുമായ MI അബ്ദുൽ അസീസ് നിർവഹിച്ചു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിൽ ഹോം മാനേജ്മെന്റ് ക്ലബിന് തുടക്കമായി. ഗൃഹം എന്ന് പേരിട്ട ക്ലബിന്റെ ഉദ്ഘാടനം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈജീൻ ഓഫീസർ പീറ്റർ KM നിർവഹിച്ചു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച വയോമിത്ര സീനിയേഴ്സ് ക്ലബിലെ അംഗങ്ങൾ റെസിഡൻസ് സാംസ്കാരിക കേന്ദ്രത്തിൽ ഒത്തുകൂടി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് രസതന്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചു. കടവലൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു MK ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.